സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിക്ക് പിന്തുണയുമായി എടപ്പാൾ ലയൺസ് ക്ലബ്ബ് അന്താരാഷ്ട്ര യുവജന ദിനമായ ബുധനാഴ്ച യുവതലമുറയെ കാർന്നു തിന്നുന്ന ലഹരിക്കെതിരെ നൂറുകണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വാക്കത്തൺ നടത്തുമെന്ന ലയൺസ് ക്ലബ്ബ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2026 ഓഗസ്റ്റ് 12-ാം തീയതി കേരള സർക്കാരിൻ്റെ തൂഫാൻ പ്രോജക്റ്റിൻ്റെ ഭാഗമായി അന്നേ ദിവസം തന്നെയാണ് ലോക യുവജന ദിനം കൂടി വരുന്നത്. അന്ന് തന്നെ കേരള ഗവൺമെൻറ്റിൻ്റെ തൂഫാൻ പ്രോജക്റ്റിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ എടപ്പാൾ ലയൺസ് ക്ലബ്ബും എടപ്പാളിലെ സമാന മനസ്കരായ സർവീസ് സംഘടനകളും സാംസ്കാരിക സംഘടനകളെല്ലാം ചേർന്നുകൊണ്ട് എടപ്പാൾ ലയൺസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ നടുവട്ടത്തു നിന്നും തുടങ്ങി എടപ്പാൾ കുറ്റിപ്പുറം റോഡിൽ അവസാനിക്കുന്ന ഒരു വാക്കത്തോൺ സംഘടിപ്പിക്കുകയാണ്. നമ്മൾ അറിയാതെ നമ്മുടെ ഇടയിൽ തന്നെ ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ ദുരിതം അനുഭവിക്കുന്നതാണ് വസ്തുത. അപ്പോൾ നമ്മൾ ഈ വളരെ അർത്ഥവത്തായ ഒരു പരിപാടിയായിട്ടാണ് ലയൺസ് ക്ലബ്ബ് ഈ പരിപാടിക്ക് ഇറങ്ങി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ഇതുമായി ബന്ധപ്പെട്ടപ്പോൾ ഓരോ ക്ലബ്ബുകളെ ബന്ധപ്പെടുമ്പോൾ സാമൂഹിക സാംസ്കാരിക സംഘടനകളെ ബന്ധപ്പെടുമ്പോഴൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസൊക്കെ ഉണ്ട്. ഞങ്ങളിതിൻ്റെ കൂടെ ഉണ്ട് എന്ന രീതിയിലാണ് ഇപ്പോൾ പറയുന്നത്. ശരിയാണ്, നമ്മുടെ മാത്രം എല്ലാവരുടെയും പ്രശ്നമായിട്ടാണ് ഇത് മാറിയിട്ടുള്ളത്. ഈ പരിപാടിയിൽ MLA ആദ്യം തന്നെ പറഞ്ഞു ഞാൻ ഉണ്ടാവും എന്ന് പറഞ്ഞു. അത് നമുക്കൊരു സംശയം ഏത് ദിവസം വേണമെന്നല്ല, അന്താരാഷ്ട്ര യൂത്ത് ഡേ ആയ 12 തന്നെ വേണമെന്നുണ്ട്. അപ്പോൾ അന്നും ഞാൻ റെഡിയാണെന്ന് MLA ഉദ്ഘാടനത്തിൽ സമ്മതിച്ചു. രാവിലെ 8 മണിക്ക് നടുവട്ടത്തിൽ നിന്നും ആരംഭിച്ച എടപ്പാൾ ടൗൺ വഴി കുറ്റിപ്പുറം റോഡിൽ പൊതുസമ്മേളനത്തോടെ സമാപിക്കും. VS ജോയ് MLA, ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ, ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ ബാബു ദിവാകർ തുടങ്ങിയവർ വാക്കത്തണിൽ അണിനിരക്കും. വിദ്യാർത്ഥികൾ, അധ്യാപകർ, പൊതുപ്രവർത്തകർ, സാംസ്കാരിക നായകർ, പൊതുജനങ്ങൾ എന്നിവരുടെയെല്ലാം സഹകരണം ഉണ്ടാകണമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് PP അബ്ദുറഹിമാൻ, അരുൾ ജോഷി, ഉദയകുമാർ, മണികണ്ഠൻ P, അനിൽകുമാർ കൊട്ടാരത്തിൽ, സനൽകുമാർ കൊട്ടാരത്തിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, എടപ്പാൾ.